നമസ്കാരം സുഹൃത്തുക്കളെ, സക്സസ് മന്ത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന്? അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങളോട് ശരിക്കും താല്പര്യമുണ്ടോ അതോ അവർ അഭിനയിക്കുകയാണോ? നമ്മുടെ വാക്കുകൾക്ക് നമ്മളെ ചതിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നമ്മുടെ ശരീരത്തിന് കള്ളം പറയാൻ കഴിയില്ല. അടുത്ത കുറച്ച് മിനിറ്റിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷകരും സൈക്കോളജിസ്റ്റുകളും ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജ് രഹസ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് ഒരു പരിധിവരെ വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് വെറുതെയല്ല. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്യൂപ്പിൾ, കണ്ണിലെ കറുത്ത ഭാഗം വികസിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ആ വിഷയത്തിൽ അല്ലെങ്കിൽ നിങ്ങളിൽ വലിയ താല്പര്യമുണ്ടെന്നാണ്. അതുപോലെ ഒരാൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഇടതുവശത്തേക്ക് നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവർ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതാം. എന്നാൽ മുകളിലേക്ക് വലതുവശത്തേക്കാണ് നോട്ടമെങ്കിൽ അവരെന്തോ ഭാവനയിൽ കാണുകയാണ്, ചിലപ്പോൾ കള്ളം മെനയുകയാണ് എന്ന് സൈക്കോളജി പറയുന്നു. പക്ഷേ ഇത് എല്ലാവരിലും ഒരേപോലെ ആകണമെന്നില്ല. എങ്കിലും 80% ആളുകളിലും ഇത് കൃത്യമാണ്. സംസാരിക്കുമ്പോൾ ഒരാൾ കണ്ണുകൾ തിരുമ്മുകയോ ചിമ്മുകയോ ചെയ്യുന്നത് അവർ അസ്വസ്ഥരാണെന്നതിൻ്റെ സൂചനയാണ്. സംസാരിക്കുമ്പോൾ ഒരാൾ കൈകൾ കെട്ടിയിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ആശയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവരൊരു പ്രതിരോധത്തിലാണ് എന്നാണ് അർത്ഥം. എന്നാൽ അവർ കൈകൾ തുറന്നു വെച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ സത്യസന്ധരാണെന്ന് കരുതാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാലുകൾ. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പാദങ്ങൾ വാതിലിന് നേരെയാണെങ്കിൽ അവർക്ക് ആ സംസാരം അവസാനിപ്പിച്ച് അവിടുന്ന് പോകണമെന്നുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മൾ മുഖം നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ പാദങ്ങളെ നിയന്ത്രിക്കാൻ പലപ്പോഴും മറന്നുപോകാറുണ്ട്. അതുകൊണ്ട് ഒരാളുടെ യഥാർത്ഥ ലക്ഷ്യമറിയാൻ അവരുടെ പാദങ്ങൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഒരാൾ കള്ളം പറയുമ്പോൾ അവരുടെ ഉള്ളിലൊരു സമ്മർദ്ദമുണ്ടാകുന്നുണ്ട്. ഇത് മറച്ചുപിടിക്കാൻ അവർ ചില കാര്യങ്ങൾ ചെയ്യും. കള്ളം പറയുന്നവർ സാധാരണയേക്കാൾ കൂടുതൽ അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകും. നിങ്ങൾ ചോദിക്കാത്ത കാര്യങ്ങൾ പോലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു പ്രധാന ലക്ഷണം, കള്ളം പറയുന്നവർക്ക് നിങ്ങളുമായി നേരെ കണ്ണിൽ നോക്കാൻ മടി തോന്നും, അല്ലെങ്കിൽ അമിതമായി കണ്ണിൽ നോക്കി സത്യമാണെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കും. സംസാരിക്കുമ്പോൾ മൂക്കിൽ തൊടുക, കഴുത്തിൽ തടവുക എന്നിവയെല്ലാം കള്ളം പറയുന്നവരുടെ ശരീരഭാഷയിൽ കണ്ടുവരാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആളുകളെ എങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം? ഇതിനെ സൈക്കോളജിക്കൽ ഫ്രെയിമിംഗ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളോടൊരു സഹായം ചോദിക്കുന്നതിന് മുൻപ് അവരെ ഒന്ന് പുകഴ്ത്തുകയോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ഉപകാരം ചെയ്യുകയോ ചെയ്താൽ അവർ നിങ്ങളുടെ സഹായം നിരസിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു രീതിയാണ് മിററിംഗ്. നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷ സൂക്ഷ്മമായി അനുകരിക്കുക. അവർ കൈവയ്ക്കുന്ന രീതിയിലോ ചിരിക്കുന്ന രീതിയിലോ ചെറിയ മാറ്റങ്ങൾ വരുത്തി അനുകരിക്കുമ്പോൾ അബോധ മനസ്സിൽ അവർക്ക് നിങ്ങളോടൊരു അടുപ്പം തോന്നും. ഇത് ബിസിനസ് മീറ്റിംഗുകളിൽ വളരെ ഫലപ്രദമാണ്. സുഹൃത്തുക്കളെ, ഈ അറിവുകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ചതിക്കാനോ ഉപയോഗിക്കരുത്. പകരം ആളുകളെ നന്നായി മനസ്സിലാക്കാനും മികച്ച ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുക. ജീവിതത്തിൽ വിജയിക്കാൻ കഴിവ് മാത്രം പോരാ, മനുഷ്യരെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും വേണം. ഈ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും കാണിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. ഈ ദീർഘമായ വീഡിയോ കണ്ടുതീർത്ത നിങ്ങൾക്ക് നന്ദി. കൂടുതൽ സൈക്കോളജി രഹസ്യങ്ങൾക്കായി സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.